ഹലോ കൂട്ടുകാരെ, എൻ്റെ മുന്നത്തെ വീഡിയോ ഹാപ്പിനെസ്സിനെ കുറിച്ച് ജോയ്ഫുൾ എങ്ങനെ ആയിരിക്കാം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് ജാപ്പനീസ് വേ ടു ഓവർകം ലേസിനെസ്. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരു മൂഡില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ജാപ്പനീസ് നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഹിരോഷിമ നാഗസാക്കി പോലുള്ള ദുരന്തങ്ങളിൽ നിന്നും മറികടന്ന് അവർ ലോകത്തിൽ തന്നെ ലീഡിങ് കൺട്രീസായി മാറിയിരിക്കുകയാണ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഹാർഡ് വർക്ക്. ഓക്കെ, അപ്പോൾ വളരെ വളരെ അധ്വാനശീലമുള്ള ആൾക്കാരാണ് ജാപ്പനീസ്. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യത്തേതായിട്ടുള്ളത് ഇക്കിഗായ്. ഓക്കെ, വളരെ ഫേമസ് ആയ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഇക്കിഗായ്. എന്താണ് ഇക്കിഗായ്? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്? ഓക്കെ, നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീപ്പിച്ച് നമുക്ക് എന്താണ് നമ്മുടെ മോട്ടിവേഷൻ, ആ ദിവസം ചെയ്യാനുള്ള മോട്ടിവേഷൻ. അപ്പം നമ്മുടെ സോൾ പേർപ്പസാണ്. ഓക്കെ, അതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. നമുക്ക് ആ ഇന്നർ കോളിംഗ് എന്നൊക്കെ പറയില്ലേ, നമുക്കത് ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു കോളിംഗ് വരുമ്പോഴാണ് നമുക്ക് മടി, അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നമ്മൾ ഫുൾ ടൈം അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അധ്വാനിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇക്കിഗായ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് കോൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സോൾ പേർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് കൈസാൻ എന്ന് പറയും. ഓക്കെ, കൈസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് എടുത്തിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 1% നമ്മൾ എടുത്തിരിക്കണം. ഇപ്പം ഞാനൊരു എനിക്ക് യൂട്യൂബിൽ 100 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ഒരിക്കലും ഷൂട്ടിങ് നടക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് എനിക്ക് മേ ബി ഒരു 3 മാസം കഴിയുമ്പോൾ 100 വീഡിയോസ് ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഓക്കെ, നിങ്ങളൊരു കമ്പനിയിൽ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ആ ടീം കൺസിസ്റ്റൻ്റ്ലി ഓരോ ആക്ഷൻ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഗോള് പൂർത്തീകരിക്കാൻ പറ്റും. ഓക്കെ, തേർഡ് വൺ ആണ് വാബി സാബി എന്ന് പറയും. വാബി സാബി എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പെർഫെക്ഷനിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് വളരെ ഒരു അസ്വസ്ഥതയാണ്. ഓക്കെ, അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ഭയങ്കര പെർഫെക്റ്റ് ആവണം എന്ന് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ, ഓക്കെ, ആക്സെപ്റ്റ് ഇംപെർഫെക്ഷൻ. അപ്പോൾ നമ്മളൊരു 70% റെഡി ആണെങ്കിൽ അത് ചെയ്തു തുടങ്ങുക. എന്നിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വല്ല ഫീഡ്ബാക്ക് എടുത്ത് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ളത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പെർഫെക്ഷനിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കുക. ഓക്കെ, അല്ലാതെ ഫസ്റ്റ് ടൈം തന്നെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കണം, ലൈറ്റിംഗ് ശരിയായിരിക്കണം, ഓഡിയോ ശരിയായിരിക്കണം, വീഡിയോ എന്നിട്ട് മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, പോർട്രേറ്റ് എനിക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് കണ്ടതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ പെർഫെക്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യാതെ, ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ്റെ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണവർ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആക്ഷൻ സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുക. അത് നമുക്ക് പണ്ടത്തെ കൈസാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നതെങ്കിലും ഓരോ ആക്ഷൻസ് എടുത്തെടുത്ത് പിന്നെ മെല്ലെ മെല്ലെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് പൊമോഡോറോ. അത് പല കമ്പനീസും യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം തുടങ്ങാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഫയലിംഗ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വേർതിരിച്ച് വയ്ക്കുക, അങ്ങനത്തെ ചില മൊണോട്ടണസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്ലറിക്കൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ മെയിൻ ഗോൾസ് ആയിട്ട് മാച്ച് ചെയ്യാതെ പക്ഷെ നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്.
അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊമോഡോറോ ടെക്നിക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ആ ആക്ടിവിറ്റി ചെയ്യുക, എന്നിട്ട് ഒരു 5-10 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുക. അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ മടി, മുഷിപ്പ് അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പൊമോഡോറോ അപ്പം മെയിൻലി എന്താണെന്ന് വെച്ചാൽ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക, നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ബ്രേക്ക് എടുക്കുക. അത് നമുക്ക് ആ മൊണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് 40 മിനിറ്റ്സ് നമ്മൾ ചെയ്തു. അത് ഈവൻ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണത്. ഓക്കെ, കാരണം ലോങ് പീരീഡ്സിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. അപ്പോൾ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഇരിക്കുക, എന്നിട്ട് ഒരു 5-10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് പുറത്ത് ഒന്ന് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡാൻസ് ചെയ്യുക. ഓക്കെ, ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെയും റീചാർജ് ആവും. എന്നിട്ട് പിന്നെയും 40 മിനിറ്റ്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, എന്നിട്ട് പിന്നെയും ബ്രേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ഒരു 8 hours ഡിഫറെൻറ്റ് ബ്രേക്സ് എടുത്തിട്ടും 40 മിനിറ്റ് ബ്ലോക്കിൽ വർക്ക് ചെയ്താൽ നമ്മുടെ കാര്യം ബൈ ദി എൻഡ് ഓഫ് ദ ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നുള്ളത് ഹറ ഹച്ചിപു. അതായത് ഇത് ഡയറ്റ് റിലേറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ഫുൾ സ്റ്റമക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അലസത കൂടും. ഓക്കെ, അല്ലെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങും, നമുക്ക് ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് പോകും. അതാണ് യൂഷ്വലി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ 12 മണിക്ക് മുന്നേ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽസ് പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 80% നമ്മുടെ സ്റ്റമക്ക് 80% ഫുള്ളാണെന്ന് തോന്നിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം. ഓക്കെ, 100% ഫുള്ളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. 80% ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് പിന്നെ ഇത്രയും നടക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഉറക്കത്തിൻ്റെ മൂഡിൽ നിന്നും വിട്ടുപോകാൻ പറ്റും. ഓക്കെ, അതായത് ഹെവി സ്വീറ്റ്സ് ലൈക്ക് പായസം അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുക. അതും ഓൺലി 80% ഓഫ് ദ സ്റ്റമക്ക് മാത്രമേ നമ്മുടെ ഫുള്ളായിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, യൂഷ്വലി ഓഫീസ് അവേഴ്സിൽ. വേറൊരു ടെക്നീക്കാണ്, ലാസ്റ്റ് ടെക്നീക്കാണ് മുട്ടായി നായി. ഓക്കെ, മുട്ടായി നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമലിസത്തിൽ, ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിനിമലിസം. അതായത് നമ്മൾ കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്ടിവിറ്റി കാണാൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ ഒരു 5-6 വിൻഡോ തുറന്ന് വയ്ക്കാതെ, ഓക്കെ, ആവശ്യമുള്ള മാത്രം ഫയൽസ് ഓപ്പൺ ചെയ്ത് അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോഴ്സസ് ആവശ്യമുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു വീട്ടിലും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അധികം യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ, കളയുക, ഡൊണേറ്റ് ചെയ്യാനുള്ളത് അത് ഡൊണേറ്റ് ചെയ്യുക, ലോഫ്റ്റിൽ കയറ്റി വയ്ക്കാനുള്ളത് ലോഫ്റ്റിൽ കയറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് ക്ലീൻ ആയിരിക്കും. ആവശ്യമുള്ളതിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടു. ഓക്കെ, ഡെയിലി ഡസ്റ്റിങ് ആൻഡ് ക്ലീനിങ് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസിലായാലും വീട്ടിലായാലും, ഓക്കെ, നമ്മുടെ വർക്കിംഗ് സ്പേസിലായാലും. മിനിമലിസം, റിസോഴ്സ്ഫുൾനെസ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള റിസോഴ്സസ് മാത്രം കളക്ട് ചെയ്ത് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടെക്നിക്സ് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ലെവൽസ് വളരെയധികം കൂടും. ഓക്കെ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൈസം. ഓക്കെ, നമ്മുടെ ഡെയിലി സ്റ്റെപ്സ്, ആക്ഷൻ സ്റ്റെപ്സ്, ഫോക്കസ് സ്റ്റെപ്സ് എടുക്കുക. അപ്പം നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെക്നിക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുക, കമൻറ്റ് ഇടുക, ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ കുറേ കൂടെ വീഡിയോസ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ, ഒരു തംസ് അപ്പ് കൊടുക്കുക, ഷെയർ ആൻഡ് comment your favorite technique. Have a great day. Bye bye.